കരുണാപുരത്ത് വഴിവിളക്ക് സ്ഥാപിക്കുന്നതിന്റെ മറവിൽ പഞ്ചായത്ത് ഭരണസമിതി അഴിമതിക്ക് കളമൊരുക്കുന്നതായി ആരോപണം. ഗവൺമെന്റ് അംഗീകാരമുള്ള സ്ഥാപനത്തിന് മാത്രമേ വഴിവിളക്ക് സ്ഥാപിക്കുവാൻ സാധിക്കുമെന്നിരിക്കെ പേപ്പർ കമ്പനിക്ക് കരാർ നൽകിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഗുണമേന്മയില്ലാത്ത വഴിവിളക്കുകൾ പഞ്ചായത്തിൽ വ്യാപകമായി സ്ഥാപിച്ചതായും ഇവ നീക്കം ചെയ്ത് ഗുണമേന്മയുള്ളവ വെക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസമാണ് പഞ്ചായത്തിൽ വ്യാപകമായി വഴിവിളക്കുകൾ സ്ഥാപിച്ചത്. എന്നാൽ ഈ വഴിവിളക്കുകൾ ഗുണമേന്മ ഇല്ലാത്തതാണെന്നും പേപ്പർ കമ്പനിയാണ് കൊട്ടേഷൻ നേടി വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഉയർന്ന തുകയ്ക്കാണ് ലൈറ്റുകൾ കൊട്ടേഷൻ നൽകിയതെന്നും പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുമതി ഇല്ലാതെയാണ് ഈ നീക്കമെന്നും പ്രതിപക്ഷം പറയുന്നു. യുണൈറ്റഡ് ഇലക്ട്രോണിക്സ് എന്ന ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിന് മാത്രമേ ഇത്തരം വഴിവിളക്ക് ഫിക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്ക് എടുക്കാൻ കഴിയുള്ളൂ എന്നിരിക്കെ ഒരു പേപ്പർ കമ്പനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊട്ടേഷൻ വെച്ചുകൊണ്ട് ഒരു വർക്ക് എടുക്കുകയുണ്ടായി. വർക്ക് എടുത്തതിന്റെ ഫലമായി കേവലം 6 LED പോയിന്റുകളുള്ള വഴിവിളക്ക് രാത്രികാലങ്ങളിൽ ടോർച്ച് അടിച്ച് നോക്കിയാൽ മാത്രമേ ആ വഴിവിളക്ക് ഈ പോസ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ളൂ എന്ന് പോലും മനസ്സിലാകത്തുള്ളൂ. തീരെ വെട്ടം കുറഞ്ഞ വഴിവിളക്ക് 24 വോൾട്ടിന്റെ വഴിവിളക്കാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷെ യാതൊരു ഗുണവും ഇല്ലാത്ത വഴിവിളക്കാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് സ്ഥാപിച്ച വഴി ഈ വഴിവിളക്കിന് ഒരെണ്ണത്തിന് 2950 രൂപ വില വെച്ചിട്ടുള്ള ഒരു റേറ്റ് ആണ് ഈ കമ്പനി പഞ്ചായത്തിൽ സമർപ്പിച്ചത്. പക്ഷെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കമ്മിറ്റി കൂടി അതിന്റെ അനുമതി പോലും വാങ്ങാതെ വളരെയധികം ധൃതി പിടിച്ചുകൊണ്ട് ഈ വഴിവിളക്കുകൾ പൂർണ്ണമായും നമ്മുടെ പഞ്ചായത്തുകളിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. പക്ഷെ അതിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗുണകരമായ ഒരു പദ്ധതി അല്ല അത്. കാരണം ഇതിൽ വലിയ അഴിമതി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കേവലം ഒരു 1200 രൂപ 1200 രൂപ വില വരുന്ന ഈ വഴിവിളക്ക് 2950 രൂപ എന്ന കൂടിയ റേറ്റിൽ വാങ്ങിക്കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണസമിതിയും ചില ഉദ്യോഗസ്ഥരും ചേർന്നാണ് അഴിമതിക്ക് കളമൊരുക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.